ഞാൻ കോട്ടയത്ത് സെൻറ് ആൻഡ് സ്കൂളിലാണ് പഠിച്ചത്. സ്കൂൾ ടീച്ചർ, വത്സമ്മ ടീച്ചർ കയ്യക്ഷരത്തിന് പരീക്ഷ നടത്തും. ഒരു മത്സരമാണത്. അതിനർത്ഥം എഴുതുന്നതിൻ്റെ കാര്യത്തിലല്ല, എഴുത്തിൻ്റെ ഭംഗിക്കാണ് മത്സരം. അപ്പം അപ്പാജി വാങ്ങിച്ചതെന്ന് ചൈനീസ് ഹീറോ പെന്ന്. ഇപ്പം ഞാൻ ബ്ലൂ ഇങ്ക് നിറച്ച് ഉരുട്ടി അക്ഷരങ്ങളുടെ മൂലയിലും തുമ്പിയിലും ഒക്കെ കുനിപ്പ് പിടിപ്പിച്ച് ഭംഗിയായിട്ട് എഴുതി ഒരു പേജിൽ സമർപ്പിക്കും. എൻ്റെ കയ്യക്ഷരത്തിന് എനിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു, കയ്യക്ഷരം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം വത്സമ്മ ടീച്ചർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഒരു പേജിൽ എഴുതിയത് വായിച്ചെടുക്കണമെങ്കിൽ അക്ഷരത്തെറ്റുള്ളതുകൊണ്ട് പാടാണെന്ന്. അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു പണ്ട് മുതലേ. ഈ ഡിക്സിലസി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തന്നെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഗീത എന്ന് എഴുതുന്നതിനകത്ത് തന്നെ ഗീതാന്ന് എഴുതാം, ഗീതയെന്നും എഴുതാം. പക്ഷെ അത് ഞാൻ കാണാതെ പോകും, മറ്റുള്ളവരൊക്കെ കാണും. അത് ഒരു ബ്രെയിൻ്റെ പ്രതിഭാസമാണെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചിലപ്പോൾ മലയാളത്തിൻ്റെ ഓരോ തെറ്റുകൾക്കും അര മാർക്ക് വെച്ച് കുറച്ചാൽ കിട്ടുന്ന എല്ലാ മാർക്കുകളും തീരുമായിരുന്നു ഈ തെറ്റുകൾ മാറ്റി വരുമ്പോൾ. ഞാൻ ഒരു 16-17 വയസ്സൊക്കെ ആയപ്പോൾ കഥ എഴുത്തായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തരുന്ന കാര്യം. കഥ എഴുത്തുകാരി എന്നുള്ള നിലയിൽ എനിക്ക് അക്കാലത്തൊരു നല്ല പേരും ഉണ്ടായിരുന്നു. മാതൃഭൂമിയിലും കലാകൗമുദിയിലും അങ്ങനെയുള്ള എല്ലാ പ്രശസ്തമായ പേപ്പറുകളിലും എൻ്റെ കഥ വന്നിട്ടുണ്ട്, ചെറുകഥകൾ. പക്ഷെ അതിൻ്റെ എല്ലാം പുറകിലൊരു ബാലികേറാമല ഉണ്ടായിരുന്നു എനിക്ക്. ഒരു പേജിലൊരു കഥ എഴുതണമെങ്കിൽ എനിക്ക് 1 മാസം തെറ്റിത്തിരുത്തി നടത്തണം. പല പ്രാവശ്യം വായിച്ചു നോക്കണം, പല പ്രാവശ്യം തിരുത്തണം. അങ്ങനെയാണ് തിരുത്തിയ ഒരു പേജ് കഥ എനിക്ക് എഴുതാൻ പറ്റിയിരുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ മലയാളം എഴുത്ത് നിർത്തി. പിന്നെ അത് കൺസൾട്ടൻ്റായി വന്നപ്പം മലയാളം എഴുത്തിൻ്റെ ആവശ്യം വന്നില്ല. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ കമ്പ്യൂട്ടറിൽ എഴുതിയിട്ട് കമ്പ്യൂട്ടറിനകത്ത് തിരുത്താനും പറ്റും, ഗ്രാമറും സ്പെല്ലിങ്ങും. അപ്പോൾ ആ പ്രശ്നം അങ്ങനെ പരിഹരിച്ചെങ്കിലും മലയാളത്തിൽ ഇപ്പോഴും മഷിയിട്ട പേന കൊണ്ട് കുത്തിക്കുനിച്ച് എൻ്റെ മനസ്സിനെ എഴുതണം എന്നുള്ളത് വലിയ ആഗ്രഹം. ഇപ്പോഴും ഡിക്സിലക്സിക്ക് വേറൊരു പ്രശ്നമുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോഴും നമ്മുടെ ഭാവന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കാളും മുമ്പിലാണ് പോണേ. അപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ വീട് കഴിഞ്ഞും ഡ്രൈവ് ചെയ്ത് പോകും. അപ്പം മകൾ ചിലപ്പോൾ എന്നോട് ചോദിക്കും, അമ്മ എങ്ങോട്ടാണ് ഡ്രൈവ് ചെയ്ത് പോകണമെന്ന്. ഞാൻ പറയും നമ്മൾ വീട്ടിൽ പോവാം. അപ്പോൾ മോള് പറയും, അമ്മ വീടൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞു. ഇത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ ഉള്ള എൻ്റെ ഒരാഗ്രഹമാണ് മലയാളത്തിൽ മഷിപ്പേന കൊണ്ട് എഴുതുക. ഒപ്പം വർഷങ്ങൾക്ക് മുമ്പ് നിർത്തിവെച്ച ഡ്രൈവിങ് പുനരാരംഭിക്കുക. രണ്ടാമത്തെ കാര്യത്തിന് കൂടുതൽ പാട്. ഇവിടുത്തെ കാറുകളൊക്കെ 100 കിലോമീറ്ററിലാണ് സ്പീഡിലാണ് പോണത്. ഒരു മിസ്റ്റേക്ക് വരുത്തിയാൽ തിരുത്താനുള്ള അവകാശമില്ല. എങ്കിലും നോക്കാം, 62 വയസ്സൊന്നും ഒരു പ്രായമല്ല. ഐ എം ഗോയിങ് ടു ട്രൈ. ഓക്കെ, ഇത് ഡിക്സിലക്സിയുടെ ഭാഗമല്ല സുഹൃത്തുക്കളെ. 62 വയസ്സല്ല, എനിക്ക് 68 വയസ്സായി.